വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റർ എന്ന കമ്പോണൻറ്റിനെ കുറിച്ചാണ്. കപ്പാസിറ്റർ എന്നാൽ എന്താണ്, അവ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, സർക്യൂട്ടിൽ എത്ര ടൈപ്പ് വരുന്നുണ്ട് എന്നീ കുറച്ച് ഉദാഹരണങ്ങളും അവരുടെ പ്രവർത്തനമാണ് വിവരിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് വിവിധ തരങ്ങളായ കപ്പാസിറ്ററുകൾ. ഓരോന്നും അത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ചാർട്ടിൽ ലൈൻ നമ്പർ 1 കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അളവ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന്. സാധാരണ വെള്ളത്തിൻ്റെ ടാങ്കിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ടാങ്കിൽ എത്ര ലിറ്ററാണ് കൊള്ളുക എന്നാണ് ചോദിക്കുക. അതുപോലെ ഇവിടെ കപ്പാസിറ്ററിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അളക്കുന്ന യൂണിറ്റാണ് ഫാരഡ്. അപ്പോൾ ഫാരഡ് എന്നത് വലിയ ഒരു അളവായതുകൊണ്ട് മൈക്രോ ഫാരഡിലാണ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കപ്പാസിറ്ററുകളും വരുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡ്. പിന്നെ അതിനകത്ത് സൂചിപ്പിക്കുന്ന എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, 50 വോൾട്ട് ആവാം, 100 വോൾട്ട് ആവാം, 450 വോൾട്ട് ആവാം. അങ്ങനെ വ്യത്യസ്തമായ വോൾട്ടേജുകളിൽ ലഭ്യമാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ ഫാരഡ്. ലൈൻ നമ്പർ 5 കൊടുത്തിരിക്കുന്നു. മൈക്രോ ഫാരഡിനെ μF എന്ന ചിഹ്നം കൊണ്ട് ആദ്യം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അതുപോലെ അങ്ങനെ എഴുതാറുണ്ട്. MFD എന്നും എഴുതാറുണ്ട്. അതിൻ്റെ അളവ് 1 MFD, 10 MFD, 100 MFD, 1000 MFD ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ വരുന്നത് PF, പീക്കോ ഫാരഡ്, ആ അളവിൽ വരുന്നതാണ്. പിന്നെ NF, നാനോ ഫാരഡ്. ഈ 3 കാറ്റഗറിയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ എല്ലാം വരുന്നുള്ളൂ. ഇനി അതിൻ്റെ പേര് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ നമ്പർ 2 സിറാമിക് കപ്പാസിറ്റർ വരാറുണ്ട്. പിന്നെ 3 ലൈൻ നമ്പർ 3 ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ. ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൊളാരിറ്റി ഉണ്ട്. അതിൻ്റെ വശത്ത് പോസിറ്റീവ് ചിഹ്നവും നെഗറ്റീവ് ചിഹ്നവും മാർക്ക് ചെയ്തിരിക്കും. ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കാരണവശാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ള കപ്പാസിറ്ററിനൊക്കെ നോൺ പോളറൈസ്ഡ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ അതിന് തിരിച്ച് പരസ്പരം കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്താലും കുഴപ്പമില്ല. 2 കാലാണ് കപ്പാസിറ്ററിന് വരുന്നത്, ലെഗ്സ്. 4മത്തത് പോളിസ്റ്റർ കപ്പാസിറ്റർ. ഇനി എന്താണ് ഈ പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമുക്കതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ ബേസിക് നോക്കാം. അപ്പോൾ ആ പേര് വരുന്നുള്ള കാരണം കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കപ്പാസിറ്ററിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. 2 വശത്തും കാണിച്ചിരിക്കുന്ന ടെർമിനൽ എന്ന 2 പ്ലേറ്റുകളാണ്. സാധാരണ നമ്മൾ തകിട്, അലുമിനിയം തകിടാവാം അല്ലെങ്കിൽ കോപ്പർ തകിടാവാം. 2 തകിട് വലതുവശത്തും ഇടതുവശത്തും. അതിൻ്റെ നടുക്ക് ഇത് പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു വയർ സോൾഡർ ചെയ്തിട്ട് വലതുവശത്തും ഒരു വയർ ലെഫ്റ്റ് സൈഡിൽ നിന്നും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ടെർമിനൽ. അത് പൊളാരിറ്റി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ്, ഇല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ രണ്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നടുക്ക് വെക്കുന്ന ഡൈ ഇലക്ട്രിക് എന്ത് മെറ്റീരിയലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതായിരിക്കും ആ കപ്പാസിറ്ററിൻ്റെ പേര്. പോളിസ്റ്ററാണ് ഉപയോഗിച്ചെങ്കിൽ പോളിസ്റ്റർ കപ്പാസിറ്റർ. എയർ കപ്പാസിറ്റർ വരുന്നുണ്ട്, ബൈ എയർ തമ്മിൽ തൊടാതെ. റേഡിയോയിലൊക്കെ നമ്മൾ ട്യൂണറായിട്ട് യൂസ് ചെയ്യുന്നത് എയർ കപ്പാസിറ്ററാണ്. അതാണെങ്കിൽ അങ്ങനെ വരും. ഇനി സിറാമിക് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ സിറാമിക് കപ്പാസിറ്റർ. ഇലക്ട്രോലിറ്റിക്കിനൊക്കെ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് പൊളാരിറ്റി വരാൻ കാരണം. ഏതാണ്ട് നമ്മൾ റീചാർജബിൾ ബാറ്ററി പോലെയും കാർ ബാറ്ററിയിൽ ആസിഡൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ലിക്വിഡ് പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പൊളാരിറ്റി വന്നിരിക്കുന്നത്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു ആന്തരിക ഘടന ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഈ കാണുന്നതാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ. അതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ, 2200 μF, അതായത് 2200 MFD ആണ്. 16 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു സൈഡിൽ നെഗറ്റീവ്, ആ പിന്നിൻ്റെ വശത്ത് നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ 4 കപ്പാസിറ്റർ ഒരുമിച്ച് കാണിച്ചിരിക്കുന്നു. ഇടതുവശത്ത് നമ്മൾ ഇപ്പം കണ്ട ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ. അതിന് തൊട്ടടുത്ത് ഒരു 104 എന്ന് എഴുതിയത് ഡിസ്ക് കപ്പാസിറ്റർ എന്ന് പറയും. പോളിസ്റ്റർ കപ്പാസിറ്റർ, സിറാമിക് കപ്പാസിറ്റർ. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് വീണ്ടും ഒരു ഇലക്ട്രോലിറ്റിക് 10 MFDയുടെ ഒരു ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റൊരു ഡിസ്ക് കപ്പാസിറ്റർ എന്നതിനെ വിളിക്കാറുണ്ട്. 103 എന്ന് വെച്ചാൽ 10 അതുപോലെ എഴുതിയതിനു ശേഷം 3 0. അപ്പോൾ 10K PF ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അടുത്തതായി കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം അനിമേഷനിലൂടെ എങ്ങനെയാണ് എന്ന് നോക്കാം. മുകളിൽ കാണിച്ചിരിക്കുന്ന 2 വരകൾ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിവ സൂചിപ്പിക്കുന്നു. ഒരു DC കപ്പാസിറ്റർ, DC വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പാസിറ്ററാണിത്. ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു LED വഴിയാണ് ഞാൻ കപ്പാസിറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് നേരിട്ട് കൊടുത്തിരിക്കുന്നു, പോസിറ്റീവ് ഒരു LED വഴി. LED എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, LED അകത്തൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് തീർച്ചയായിട്ടും LED ഓൺ ആവും. അതിനുവേണ്ടിയാണ് LED കൊടുത്തിരിക്കുന്നത്.
ജസ്റ്റ് ഇത് ഓൺ ചെയ്തിരിക്കുന്നു. ലീൻ കപ്പാസിറ്റർ ശ്രദ്ധിക്കൂ, ആ ഉൾഭാഗത്ത് കപ്പാസിറ്റർ ചാർജ് ആവുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വോൾട്ടേജ് ആണോ ആ വോൾട്ടേജിന് തുല്യമാവുന്നത് വരെ ഇതിലൂടെ ഒഴുക്ക് നടന്നുകൊണ്ടേയിരിക്കും. ഇലക്ട്രോൺസ് ആണ് ഒഴുകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ LED തെളിഞ്ഞു നിൽക്കുന്നു. പൂർണ്ണമായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ LED ഓഫ് ആവും, കറണ്ടിൻ്റെ ഒഴുക്ക് നിറഞ്ഞു. ഇനി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആവുകയുള്ളൂ. ഇപ്പോൾ DC കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റിക് പൊളാരിറ്റി ഉള്ള കപ്പാസിറ്ററുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി AC കപ്പാസിറ്ററിനെ കുറിച്ച് നോക്കാം. AC കപ്പാസിറ്റർ സെയിം കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ താഴെ ബാറ്ററിക്ക് പകരം ഒരു AC സിമ്പിൾ കൊടുത്തിരിക്കും, AC സോഴ്സ്. നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം പരസ്പരം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു വശത്ത് ചാർജ് ആവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന ഉടൻ ഡിസ്ചാർജ് ആവും, വീണ്ടും ചാർജ് ആവും, ഇങ്ങനെ സംഭവിക്കുന്നു. ജസ്റ്റ് ഓൺ ചെയ്തു, വൺ സൈഡ് ചാർജ് ആവുന്നു. അത് മാക്സിമം എത്തിക്കാൻ ഉടൻ തന്നെ കട്ടായി, അത് ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും ചാർജ് ആവാൻ തുടങ്ങി. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നുകൂടെ ചാർജ് ആവുന്നു. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, ഇങ്ങനെ ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടക്കുന്നത് മൂലമാണ് ഇതിനകത്തുകൂടെ സിഗ്നലുകളും മറ്റും നമുക്ക് പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ കടന്നു പോകുന്നു എന്ന് പറയാൻ കാരണം. ഇങ്ങനെയാണ് AC-യിൽ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം. ഇതിന് പൊളാരിറ്റി ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ആദ്യം കണ്ട ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ മാത്രമേ പൊളാരിറ്റി ഉള്ളൂ. കപ്പാസിറ്ററുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത കമ്പോണന്റുകളുമായി കാണുന്നവരെ ഗുഡ് ബൈ.